ചോദിച്ചാൽ ആരെങ്കിലുമൊക്കെ കടന്നു വരാം. പക്ഷേ ഇതുവരെ ജീവിതത്തിൽ ഒരു തെറ്റോ വീഴ്ചയോ സംഭവിക്കാത്ത ആരുണ്ട് എന്ന് ചോദിച്ചാൽ തീർച്ചയായും നെഞ്ചത്ത് കൈവച്ച് ഒരാൾക്ക് മുന്നിലോട്ട് വരാൻ കഴിയില്ല. അതാണ് സത്യം. മാരകമായ രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവളുടെ വേദനയെപ്പോലും പുച്ഛിക്കുന്ന തരത്തിൽ എപ്പോൾ ചത്തു, എപ്പോഴാണ് അടിയന്തിരം എന്ന് ചോദിച്ച ഈ ജീവിയെയെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ട കാലം കഴിഞ്ഞു. ഇവളുടെയെല്ലാം വീഡിയോ കാണുന്ന നമ്മുടെ പുതിയ തലമുറ മനുഷ്യത്വം എന്നതിൻ്റെ അർത്ഥം പോലും മറന്നുപോകും. ഇവളുടെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നും നമ്മുടെ നിയമവ്യവസ്ഥയെല്ലാം ഇവളുടെ വീട്ടിലെ അടുപ്പിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന്. നെജില എന്നൊരു സ്ത്രീയെ കുറിച്ച് അറിയില്ലേ? ആദ്യം ജനങ്ങളുടെ സഹതാപം പിടിച്ചുപറ്റി ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ നമ്മുടെ മുമ്പിലോട്ട് വന്ന നെജിലയെ കേരളത്തിലെ ഒട്ടേറെ ജനങ്ങൾ ചേർത്ത് പിടിച്ചു. പിന്നീട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും വീഴ്ചകളും ഇവരുടെ പക്കൽ നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത പലരും പിന്നീട് അവരെ വിട്ടുകളഞ്ഞു, ഈ ഞാനടക്കം. പിന്നീട് അവരെക്കുറിച്ച് റിയാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ തെറ്റുകളെ സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കണം അത്. അതുകൊണ്ട് തന്നെ മനസാക്ഷിയുള്ള ഒട്ടേറെ യൂട്യൂബർമാർ ആ കാര്യം വിട്ടുകളഞ്ഞു. പക്ഷേ വർഷങ്ങളോളം ഇവരെ പിന്തുടർന്ന് വീഡിയോ ചെയ്യുന്നവരും ഇപ്പോൾ വലിയ മഹതികളായി യൂട്യൂബിൽ വിലസുന്നുണ്ട്. സ്വന്തം തെറ്റ് മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ തെറ്റിനെ കുത്തി തോണ്ടിയെടുക്കുന്നവർ. കണ്ണിൽ വലിയൊരു കോല് ആണ്ട് കിടക്കുമ്പോഴാണ് മറ്റുള്ളവന്റെ കണ്ണിലെ കരട് ഇവർ നീക്കാൻ ശ്രമിക്കുന്നത്. ആ ഇടക്കാണ് ഒരു ചെപ്പീന ജീവി എന്ന ഒരു സ്ത്രീ ഈ വഴിയിലോട്ട് കടന്നു വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ പറയാനുള്ള പ്രധാന കാരണം ഇവരുടെ വീഡിയോയിൽ ഞാൻ കണ്ട ചില വാക്കുകളാണ്. നെജിലയുടെ ഭർത്താവ് അവരുടെ ഉമ്മയെ എന്തൊക്കെയോ പറഞ്ഞു അത്രേ. അത് കേട്ടു നിൽക്കാൻ നെജിലയുടെ ആങ്ങളമാർക്ക് നട്ടലില്ലാത്തത് കൊണ്ടല്ലേ എന്നാണ് ഇവരുടെ വാദം. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ ചെപ്പീന ജീവി പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങൾ മുസ്ലിങ്ങൾ ഇതുവരെ മറന്നിട്ടില്ല. ഞങ്ങൾക്കൊന്നും നട്ടലില്ലാത്തത് കൊണ്ടല്ല നീ ഇപ്പോഴും വിലസുന്നത്. ജയിലിൽ കിടക്കാൻ മടിയുണ്ടായത് കൊണ്ടുമല്ല, നിനക്ക് ഞങ്ങൾ തരുന്നതിനേക്കാളും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും തക്ക ശിക്ഷ വരുമെന്ന ഉറപ്പുണ്ടായത് കൊണ്ടാണ്. മുസ്ലിങ്ങളുടെ പ്രാണന്റെ ജീവനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ മാതാവിനെയും നീ തരം താഴ്ത്തിയത് ഇപ്പോഴും യൂട്യൂബിൽ നിന്ന് പോയിട്ടില്ല. പിന്നെയാണോ അത് അള്ളാഹു മറക്കുന്നത്? അല്ലെങ്കിലും ഈ നെജിലയെ കുറിച്ച് പറയാൻ നിനക്ക് എന്ത് അർഹതയാണുള്ളത്? മുസ്ലിമിന്റെ പേരും പൊട്ടും തൊട്ട് ചുണ്ടിൽ ലിഫ്റ്റിക്കും മുഖത്ത് പുട്ടിയുമിട്ട് നീ വന്നിരിക്കുമ്പോൾ നീ ഏത് മോഡൽ സാധനമാണെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തൻ്റെ തെറ്റുകളെല്ലാം മറച്ചു വെച്ചാണോ മറ്റൊരാളുടെ തെറ്റിനെ നീ വീണ്ടും കുത്തിപ്പൊക്കിയെടുക്കുന്നത്? എന്നാൽ ആ പ്രവണത അങ്ങ് വിട്ടേക്ക്. അതായിരിക്കും ഏറ്റവും നല്ലത്. ഈ നജിലാക്കും ഷാനിനുമെല്ലാം അള്ളാഹു ചിലപ്പോൾ പൊരുത്തപ്പെട്ട് നൽകും. നിനക്കൊന്നും ജീവിതത്തിൽ അത് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചോളൂ. കള്ള് കുടിച്ചവന് അള്ളാഹു പൊരുത്തപ്പെട്ട് നൽകും. വ്യഭിചരിച്ചവനും പലിശ തിന്നവനും എന്തിനേറെ വൻ പാപമായ ഷിർക്ക് ചെയ്തവന് പോലും പശ്ചാത്തപിച്ചാൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊരുത്തപ്പെട്ട് നൽകും. എന്നാൽ അവൻ ഒരിക്കലും പൊരുത്തപ്പെടാത്ത ഒരു കൂട്ടരുണ്ട്. ഹബീബായ നബി തങ്ങളുടെ ഹദീസിൽ അത് വ്യക്തമായി കിടപ്പുണ്ട്. മറ്റുള്ളവരുടെ തെറ്റിനെ കുറ്റമാക്കി പച്ചയിറച്ചി കടിച്ചു വലിച്ച് തിന്നുന്നവർ. അതിൽപ്പെട്ട ഒരാളാണല്ലോ നീയും. എന്തിനാണ് സ്ത്രീയെ? ലജ്ജയുണ്ടോ നിങ്ങൾക്ക്? മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ കാര്യങ്ങൾ വീണ്ടും സാമൂഹ്യ മാധ്യമത്തിലൂടെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ? നെജിലയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് അവളെക്കുറിച്ച് പറയാനുള്ള യാതൊരു അർഹതയുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് തെളിയിച്ചു നൽകുന്നതാണ്. വായെടുത്താൽ അനാവശ്യം പറഞ്ഞ് രസിക്കുന്ന നീയെല്ലാം സമൂഹത്തിന് എന്ത് മാതൃകയാണ് നൽകുന്നത്? നിന്റെ എല്ലാം വീഡിയോ ഒരു പിഞ്ചു കുട്ടിയുടെ പക്കലിരുന്നു കൊണ്ട് കേൾക്കാൻ പറ്റുമോ? നീ ഒന്നിത് മനസ്സിലാക്കുമോ? ചെപ്പീന ജീവിയെ. മനുഷ്യന് തെറ്റ് പറ്റും സുഹൃത്തുക്കളെ. ഞാനും തെറ്റുകാരനാണ്. എൻ്റെ പക്കൽ നിന്നും ഒട്ടേറെ പിഴവുകൾ വന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാം വാക്കുകൾ കേട്ടാൽ ഇവരൊന്നും ജീവിതത്തിൽ യാതൊരു തെറ്റും ചെയ്യാത്തവരാണെന്ന് തോന്നിപ്പോകും. എന്നാൽ നീയെല്ലാം ചെയ്ത തെറ്റ് ഒന്നോ രണ്ടോ മനുഷ്യരോടല്ല, ഒരു സമൂഹത്തോട് മുഴുവനാണ്. അതൊക്കെ നീ എവിടെ കൊണ്ട് കഴുകിക്കളയും? ഇതിനൊന്നും ഉത്തരം പറയാതെ നീയൊന്നും ഈ ഭൂമിയിൽ നിന്ന് പോകുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതേണ്ടതില്ല.